Hey my dear students, this is Veena Vinod. I'm here to talk about introduction part of financial accounting. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന കോൺസെപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷനാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഫങ്ഷൻ, അഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്നിവയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന കോൺസെപ്റ്റിൻ്റെ മീനിങ് എന്താണെന്നാണ്. Accounting is a discipline which records, classifies, summarizes, and interprets financial information about the activities of a concern. ഒരു ഫിനാൻഷ്യൽ കൺസേണിൻ്റെ ഡേ ടു ഡേ ലൈഫിലുള്ള ഓരോ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയും റെക്കോർഡ് ചെയ്യുകയും അതിനെ സിമിലർ ആയിട്ടുള്ളതിനെ ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അതുപോലെ ഒരു ഫൈനൽ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Accounting is rightly termed as the language of a business. നമ്മൾ അക്കൗണ്ടിങ്ങിനെ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ പൊസിഷനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമായിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. പസിയോളിനെയാണ് ഫാദർ ഓഫ് അക്കൗണ്ടിങ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് പറയുന്നതനുസരിച്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ഇതിൽ നാം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെയും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ സിമിലർ ആയിട്ടുള്ളതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അത് മറ്റുള്ളവർക്ക് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രിസ്ക്രൈബ്ഡ് മാനറിലായിരിക്കും. അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഓരോ ട്രാൻസാക്ഷനും മോണിറ്ററി ടേംസിലായിരിക്കും, അതായത് മണി ടേംസിലുള്ള ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷനായിരിക്കും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഈ റിസൾട്ടിനെ നമ്മൾ സമ്മറൈസ് ചെയ്യപ്പെടുന്ന റിസൾട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യുകയും അതുപോലെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ അതിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഒരു ബിസിനസ്സിലുണ്ടാകുന്ന ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെയും ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതിൽ സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ളതിനെ ക്ലാസിഫൈ ചെയ്യപ്പെടുന്നു. കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ അതിനെ സമ്മറൈസ് ചെയ്യുന്നു. അതിനുശേഷം ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ഫൈനൽ ആൻസറിൽ, അതായത് ഒരു ബിസിനസ് പൊസിഷനിലേക്ക്, അത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ഫങ്ഷനാണ് റെക്കോർഡിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ ബിസിനസ്സിൽ നടക്കുന്ന ഡെയിലി ട്രാൻസാക്ഷനുകളെ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. നമ്മൾ പ്രൈമറി അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. പ്രൈമറി ബുക്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ബുക്കിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ഓരോ ട്രാൻസാക്ഷനുകളിലും സിമിലർ ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പായിട്ട് മാറ്റുകയാണ്. ഇതിനെയാണ് നമ്മൾ ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. ക്ലാസിഫൈയിങ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സമ്മറൈസിങ് ആണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുകയും അതുപോലെ ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കുന്നതായിട്ടുള്ള ഡേറ്റ എക്സ്റ്റേണലും ഇൻറ്റേർണലും ആയിട്ടുള്ള യൂസേഴ്സിന് കുറച്ചുകൂടി മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുന്നു. അതാണ് തേർഡ് ഫംഗ്ഷൻ. ഫോർത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡീലിംഗ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ട്രാൻസാക്ഷനുകൾക്കെല്ലാം എന്തുണ്ടായിരിക്കണം? ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ, ഫിനാൻഷ്യൽ നേച്ചർ ഉള്ള ട്രാൻസാക്ഷനുകൾ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് എന്നാണ്.
സമ്മറൈസ് ചെയ്യപ്പെട്ട ഡേറ്റ നമ്മൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയും അതിനെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഫേം, നമ്മുടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അതിലൂടെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നു. നമ്മുടെ ഫേം പ്രോഫിറ്റിലാണോ ലോസിലാണോ പോകുന്നത് എന്നുള്ള ഫൈനൽ ആൻസർ നമ്മൾ അവിടെ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. അതായത് ഈ ഡീറ്റെയിൽസ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അതിനാവശ്യമുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ബിസിനസ്സിനകത്തും പുറത്തുമായിട്ട് ഇതിനാവശ്യമുള്ള യൂസേഴ്സ് ഉണ്ടാവും. സോ അവർക്ക് വേണ്ടി നമ്മളത് ഡീറ്റെയിൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കപ്പെടുന്നു. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ പറയുന്നത് to ascertain whether the business operations have been profitable or not. അതായത് ബിസിനസ് ഓപ്പറേഷൻസ് ഡെയിലി നടക്കുന്ന ബിസിനസ് ഓപ്പറേഷൻസ് പ്രോഫിറ്റോ അതോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഡെയിലി ട്രാൻസാക്ഷനിൽ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ പീരീഡിലും വരവ് ആണോ ചെലവാണോ കൂടുതൽ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. സോ അത് പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് എ ഫേം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട് അനലൈസ് ചെയ്ത് നമ്മൾ ഒരു ഫൈനൽ ആൻസറിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നു. അതായത് ബിസിനസ് ഫേം നമ്മളുടെ കൺസേൺ പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ അവസാനമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സോ അത് കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ബിസിനസ് ഫിനാൻഷ്യൽ പൊസിഷൻ നല്ല സ്റ്റേബിൾ ആയിട്ടാണോ നിൽക്കുന്നത്, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ അതോ ലോസിലേക്കാണോ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. നെക്സ്റ്റ്, to generate information which may be helpful to various parties. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ എൻഡ് യൂസേഴ്സ് ആരൊക്കെയാണ് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള വേരിയസ് പാർട്ടീസിന് യൂസ്ഫുൾ ആകത്തക്ക രീതിയിൽ ഓരോ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കൊണ്ട് അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് കൊണ്ട് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. യൂസേഴ്സിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, to organize the financial data into meaningful information. നമ്മുടെ കയ്യിൽ റെക്കോർഡിക്കലായിട്ട് ഇരിക്കുന്ന ഈ ഫിനാൻഷ്യൽ രൂപത്തിലുള്ള ഈ ഡേറ്റയെ നമ്മൾ കുറേ കൂടെ മീനിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആക്കി മാറ്റുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ കറക്റ്റായിട്ട് മീനിങ് കൊടുക്കുന്നു. ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇതിനെ പ്രോഫിറ്റ് ആണ് ലോസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്താണെന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് കുറേ കൂടെ മീനിങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനായിട്ട് അത് മാറുന്നു. To provide information for directing and controlling resources of a firm for more effectively. അതായത് ഒരു ഫേമിലെ റിസോഴ്സസുകളെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുകയും അത് മോർ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും വേണ്ട സഹായങ്ങൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് ഒരു കമ്പനിയിലെ റിസോഴ്സസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. അതായത് ഒരു ഫേമിൻ്റെ റിസോഴ്സസിനെ മോർ എഫക്റ്റീവായിട്ടും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടും അതുപോലെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ആർട്ടാണോ അതോ സയൻസ് ആണോ എന്നുള്ളതാണ്. Financial accounting is a science because it is prepared on the basis of certain universally applicable principles. അക്കൗണ്ടിങ്ങിനെ നമ്മളൊരു സയൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ബിക്കോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്നത് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളിൻ്റെ ബേസിലാണ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അഥവാ ഗ്യാപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പലിൻ്റെ കീഴിൽ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അക്കൗണ്ടിങ്. അതുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിനെ ഒരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. At the same time, accounting is also an art because art is the technique which help us in achieving our desired objective. എന്തെങ്കിലും ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ആർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിനെ ഒരു ആർട്ടായിട്ടും പറയാം. ബിക്കോസ് ഇതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, അങ്ങനെ നമ്പർ ഓഫ് പ്രോസസ്സിലൂടെ നമ്മളൊരു ഡിസൈഡ് ഒബ്ജക്റ്റീവ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിനെ ഒരു ആർട്ടായിട്ടും കൺസിഡർ ചെയ്യാം. സോ അക്കൗണ്ടിങ് ഈസ് ബോത്ത് ആൻ ആർട്ട് ആൻഡ് സയൻസ്.
നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് റീപ്ലേസസ് ദി മെമ്മറി. അക്കൗണ്ടിങ്ങിനെ നമുക്കൊരു മെമ്മറി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരുപാട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ ഓരോ കൺസേണിലും ഡെയിലി നടക്കുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ ഫിനാൻഷ്യൽ ബുക്സിൽ, പ്രൈമറി ബുക്സ് ഓഫ് എൻട്രിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഒരു മെമ്മറി ആയിട്ട്, റീപ്ലേസ്മെൻറ്റ് ഓഫ് മെമ്മറി ആയിട്ട് തന്നെ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ഇറ്റ് ആക്ട് ആസ് ആൻ എവിഡൻസ് ഇൻ കോർട്ട്. അതായത് നമുക്ക് കോർട്ടിൽ ഒരു തെളിവായിട്ട് എപ്പോഴും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നമുക്ക് ചില ട്രാൻസാക്ഷനുകൾ നമുക്ക് ക്രെഡിറ്റേഴ്സിൽ നിന്നോ പേയേഴ്സിൽ നിന്നോ അങ്ങനെ ആരിൽ നിന്നും എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നമുക്കൊരു തെളിവായിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, സെറ്റിൽമെൻറ്റ് ഓഫ് ടാക്സേഷൻ ലയബിലിറ്റി. അതായത് ഇൻ കേസ് ഓഫ് നമുക്ക് എന്തെങ്കിലും ടാക്സേഷൻ ലയബിലിറ്റി കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അതോറിറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടതിനേക്കാളും കൂടുതലായിട്ട് ടാക്സേഷൻ ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ടാക്സേഷൻ രീതിയിലുള്ള ഡിസ്പ്യൂട്ട്സ് വരികയാണെങ്കിൽ പ്രോപ്പർലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടാക്സേഷൻ ലയബിലിറ്റിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ നമ്മളെ സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡി. അതായത് ഇപ്പോൾ നമുക്ക് ഓരോ വർഷവും നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഇയറിലേക്കായിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഓരോ വർഷത്തെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ അത് വെച്ച് പഠിക്കാനുള്ള ഒരു, അതായത് കമ്പാരിറ്റീവ്ലി നമുക്ക് സ്റ്റഡി ചെയ്യാൻ സഹായിക്കും. അതായത് ഇപ്പോൾ ഈ വർഷത്തത്, അതിന് മുൻ വർഷങ്ങളിൽ ഓരോ വർഷങ്ങളിലെയും നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രാഫ് മനസ്സിലാക്കാൻ പറ്റും. ബിസിനസ് ഓരോ വർഷവും ഗ്രോത്തിലേക്കാണോ വരുന്നത്, അതോ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ, അതോ ലോസിലേക്കാണോ. സോ ബിസിനസ്സിൻ്റെ ഓരോ വർഷത്തെയും ആ ഒരു ഗ്രാഫ് നമുക്ക് കുറെ കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻസ് ടു ദി ഇൻസോൾവെൻറ്റ് പേഴ്സൺ. ഇൻസോൾവെൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു കടം തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത ഒരാളിനെയാണ് നമ്മൾ ഇൻസോൾവെൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അതിൻ്റെ കേപ്പബിലിറ്റി ഇല്ലാത്ത, ഒട്ടും ഇല്ലാത്ത ആളിനെയാണ് നമ്മൾ ഇൻസോൾവെൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ഇൻസോൾവെൻറ്റ് പേഴ്സൺ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത അക്കൗണ്ട്സ് ഉള്ള ഒരാളാണെങ്കിൽ പുള്ളിക്ക് അത് കോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അതിനെ വെച്ച് അതിൻ്റെ ഓരോ പർട്ടിക്കുലേഴ്സ് വെച്ച് പല തിങ്സും ന്യായീകരിക്കാൻ, ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിന് സാധിക്കും. സോ ഒരു ഇൻസോൾവെൻറ്റ് പേഴ്സണിന് കോർട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു അസിസ്റ്റൻസ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻസ് ടു വേരിയസ് പാർട്ടീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബിസിനസ്സിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് പാർട്ടീസ് ഉണ്ടാകും അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് കൊണ്ട് യൂസ് ഉള്ള. അങ്ങനെ ഓരോരുത്തർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് അക്കൗണ്ടിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷനുകൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പേഴ്സണൽ ബയസ് മേ ഹാപ്പൻ. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഓരോ പ്രോസസ്സും, അതായത് റെക്കോർഡിംഗ് തൊട്ട് ഇൻ്റർപ്രിറ്റിംഗ് വരെ ചെയ്യുന്നത് ഓരോ പേഴ്സൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നത് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവിടെ പേഴ്സണൽ എറേഴ്സ്, എന്തെങ്കിലും തെറ്റുകൾ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ പേഴ്സണൽ ബയസ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് പെർമിറ്റ്സ് ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്. അതായത് ഒരു കാര്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പല രീതിയിലുള്ള ടെക്നിക്സ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഡിപ്രീസിയേഷൻ തന്നെ നമുക്ക് പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു വരുമ്പോൾ ആൻസേഴ്സിൽ ഒരു കൺസിസ്റ്റൻസിയുടെ കുറവ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പല രീതിയിൽ ചെയ്തു വരുമ്പോൾ പല ആൻസേഴ്സ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിൽ പല രീതികൾ, പല ട്രീറ്റ്മെൻറ്റ്സും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വഴി കൂടെ കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവിടെ എറേഴ്സ് വരാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓരോ ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാത്രമായിട്ടാണ്, ഒരു വൺ ഇയർ പീരീഡിലേക്ക് മാത്രമാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാസ്റ്റ് ഡേറ്റ ആയിരിക്കും. നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നോ റിയൽ ടെസ്റ്റ് ഓഫ് മാനേജീരിയൽ പെർഫോമൻസ്. ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതിനിടയ്ക്ക് മാനേജേഴ്സിൻ്റെ പെർഫോമൻസിനെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അത് ബെറ്റർ ആവുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല.
നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നോ റിയലിസ്റ്റിക് ഇൻഫർമേഷൻ. ഇവിടുത്തെ ഇൻഫർമേഷൻസ് ഒന്നും റിയലിസ്റ്റിക് അല്ല. ബിക്കോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, അക്കൗണ്ടിങ് ഡേറ്റാസ് നമ്മൾ പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് എ സെറ്റ് ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസിൻ്റെ ബേസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റിയലിസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദി റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതായത് ബിസിനസ്സിലെ ഓരോ ട്രാൻസാക്ഷനുകളെയും നമ്മൾ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹാസ് ഓൺലി ലിമിറ്റഡ് സ്കോപ്പ് ആസ് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ക്ലറിക്കൽ ആൻഡ് ഡൺ ബൈ ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. അക്കൗണ്ടിങ്ങിൽ നിന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് വളരെ ലിമിറ്റഡ് സ്കോപ്പേ ഉണ്ടായിരിക്കുള്ളൂ. അതുമാത്രമല്ല ഇതൊരു ക്ലറിക്കൽ വർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്, അറ്റ് ലാസ്റ്റ് അനലൈസ് ചെയ്യുന്നുണ്ട്, ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വൈഡ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷേ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് സ്കോപ്പുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. ഇവിടെ നമ്മൾ ചെയ്യപ്പെടുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു ക്ലറിക്കൽ വർക്കാണ് ബുക്ക് കീപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്ത് അവസാനം ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, അതിനെ അനാലിസിസ് ചെയ്ത് നമ്മൾ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഫൈനൽ റിസൾട്ട് അതിൽ നിന്ന് ഫോം ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ അതോ ലോസ് ആണോ, നെറ്റ് പ്രോഫിറ്റ് എത്ര അല്ലെങ്കിൽ നെറ്റ് ലോസ് എത്ര എന്നുള്ള ഫൈനൽ റിസൾട്ട് നമ്മൾ അതിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിനും അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പാർട്ടീസിനും, അതായത് ഇതിൻ്റെ എൻഡ് യൂസേഴ്സിന് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നു. അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ജനറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓരോ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എൻഡ് യൂസേഴ്സ് ആരൊക്കെയാണെന്നാണ്. അതായത് ഫിനാൻഷ്യൽ ഡേറ്റാസ്, അക്കൗണ്ടിങ് ഡേറ്റാസ് ആരൊക്കെയാണ് യൂസ് ചെയ്യപ്പെടുന്നതെന്ന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓണേഴ്സ് ആണ്. ഓണേഴ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊപ്പറേറ്റേഴ്സ് അഥവാ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ഓണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിലേക്ക് മണി സ്പെൻഡ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ബിസിനസ് പൊസിഷനെ കുറിച്ചും ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് കൺസേൺ ചെയ്യുന്ന ആളായിരിക്കും ഓണർ എന്ന് പറയുന്നത്. സോ അവർക്ക് എപ്പോഴാണെങ്കിലും ബിസിനസ്സിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും അതുപോലെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചൊക്കെ അറിയാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് യൂസർ എന്ന് പറയുന്നത് ഓണർ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജേഴ്സ്. അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിൻ്റെ എഫേർട്ടിൻ്റെ ഫലം കൂടെ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. സോ ഓരോ മാനേജേഴ്സും അതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാകും. അവരുടെ ഓപ്പറേഷൻസ് പ്രോഫിറ്റബിൾ ആണോ, ഇനി അതിലേക്ക് അവർ നല്ല രീതിയിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ടോ, അതോ എവിടെയെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അവർക്ക് ഇനി നന്നായിട്ട് വർക്ക് ചെയ്യണോ, അതോ ഇനി കൂടുതലായിട്ട് ഇൻപുട്ട് ഇടേണ്ടി വരുന്നുണ്ടോ, അങ്ങനെ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും ബെറ്റർ ഇൻപുട്സ് കൊടുക്കാനും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ബിസിനസ്സിലേക്ക് ലോൺസോ അതുപോലെ ക്രെഡിറ്റ്സ് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്രെഡിറ്റ് തരുന്ന ഒരാൾക്ക് തീർച്ചയായും അത് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. സോ ക്രെഡിറ്റേഴ്സിന് കുറച്ചുകൂടെ ധൈര്യമായിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും.
അടുത്ത യൂസർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്ന ആളുകളെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഓരോ കമ്പനിയുടെയും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള റിട്ടേൺ തരാൻ കമ്പനിക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഫിനാൻഷ്യൽ പൊസിഷനിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇൻവെസ്റ്റേഴ്സിനും എൻഡ് യൂസേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഒരു രാജ്യത്തെ ഗവൺമെന്റിന് അവരുടെ ആ ഓരോ ബിസിനസ്സിൽ നിന്നും കൺസേണിൽ നിന്നും കിട്ടുന്ന ടാക്സും റവന്യൂ എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടായിരിക്കും. സോ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഓരോ ഓരോ നാട്ടിലെ ഓരോ സ്ഥലത്തെയും ബിസിനസ്സിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന കാര്യത്തിൽ ഓരോ അവിടുത്തെയും കൺസേൺഡ് ആയിട്ടുള്ള ഗവൺമെന്റിനും കൺസേൺ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരവർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടാവും. കാരണം അവരുടെ സാലറി, ബോണസുകൾ, അതുപോലെ പ്രോഫിറ്റ് ഷെയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനിയുടെ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഓരോ എംപ്ലോയിക്കും കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് സ്കോളേഴ്സ് ആണ്. റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്ത് പഠിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്.